എല്ലാവർക്കും നമസ്കാരം. ഈ പശുവിന് പല നിറം, പാലിന് ഒരു നിറം എന്ന് പറയുന്നത് പോലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുന്നത് ഒരേ ഒരു ദൈവമാണ്. എന്നാൽ ആ ദൈവത്തെ നിങ്ങൾക്ക് ഏത് രൂപത്തിലും ഭാവത്തിലും കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ കാഴ്ച അത് നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഭാവനയെ, നിങ്ങളുടെ ആ യഥാർത്ഥ ഭാവനയെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഉദാഹരണമായി ചമ്മറം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ വയ്യായിക എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ ആ കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാലും മതി. ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഫലം തീർച്ചയായിട്ടും തന്നിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് രീതിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. എന്നാൽ ആ രീതിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് വിചാരത്തോടു കൂടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന പോസ് അല്ല ഇവിടെ പ്രധാനം. പകരം നിങ്ങൾ എന്തു പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, ആ സമയം നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇതേക്കുറിച്ചെല്ലാമാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഓരോ വീടുകളിലും പോസിറ്റീവ് എനർജിയുമുണ്ട്, നെഗറ്റീവ് എനർജിയുമുണ്ട്. പ്രത്യേകിച്ചും ഈ നെഗറ്റീവ് എനർജിയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ നെഗറ്റീവ് എനർജിക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കുടിയിരുന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ എനർജിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമുള്ള വീട് ഏതാണോ ആ വീട്ടിലായിരിക്കും ആ എനർജി കൂടുകൂട്ടുന്നത്. എന്ന് വെച്ചാൽ വഴക്ക്, ബഹളം എന്ന രൂപത്തിൽ. അതായത് അച്ഛനും മക്കളുമായോ അല്ലെങ്കിൽ അമ്മയും മക്കളുമായോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിനോടൊപ്പം ദാരിദ്ര്യം, കടം, രോഗങ്ങൾ ഇത്യാദി വിഷയങ്ങൾ ഏതൊരു വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ നെഗറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും. ഈ നെഗറ്റീവ് എനർജികളെ പുറത്തോട്ട് കളയണമെങ്കിൽ അതിന് പ്രാർത്ഥന എന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസം കൂടിയേ തീരൂ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജികളെ പുറത്തോട്ട് കളയുമ്പോൾ ആ എനർജിക്ക് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത വീട്ടിലേക്ക് പോകുമെന്ന് ഇവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിക്കാൻ കാരണം. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി അടുത്ത വീട്ടിലേക്ക് പറഞ്ഞു വിടണം എന്നല്ല ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പുറത്തോട്ട് കളയുമ്പോൾ ആ എനർജിക്ക് പിന്നെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത വീട് കണ്ടെത്തുക എന്നത് മാത്രമാണ്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, സാധാരണയായി ആളുകൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പൂച്ച പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ സഞ്ചിയിലാക്കി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുകളയുക പതിവാണ്. ഇതെല്ലാവരും ചെയ്യുമെന്നല്ല പറയണത്, ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അവർ അത് കളഞ്ഞിട്ട് അവർ തിരികെ ഇങ്ങോട്ട് പോരും. പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പൂച്ചക്കുഞ്ഞുങ്ങൾ ഏറ്റവും അടുത്ത വീട് ഏതാണ് ആ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലും. അപ്പോൾ ആ വീട്ടുകാർ എന്തെങ്കിലും ഭക്ഷണം ഇട്ട് കൊടുക്കും. ഇതാണ് ഗ്രാമത്തിലെ പൊതുവായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ പറഞ്ഞ വിധമാണ് നെഗറ്റീവ് എനർജിയുടെ സ്ഥിതിയും. അതിനെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടാൽ എവിടെയെങ്കിലും ചേക്കേറുക മാത്രമേ അതിന് നിവൃത്തിയുള്ളൂ. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും തിരികെ വന്നാൽ, ഈ പറഞ്ഞൊരു പ്രാർത്ഥനാ രീതി, അതായത് നെഗറ്റീവ് എനർജിയെ പുറത്തേക്ക് കളയേണ്ട പ്രാർത്ഥനാ രീതി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ടതെന്നാണ് ഇനി തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതായത് ത്രിസന്ധ്യ സമയങ്ങളിലാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു സമയം. അത് പ്രഭാത സന്ധ്യയുമാകാം അല്ലെങ്കിൽ പ്രദോഷ സന്ധ്യയുമാകാം. എന്നാൽ ഈ രണ്ട് സന്ധ്യാസമയങ്ങളിൽ വെച്ച് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ആ ഒരു സന്ധ്യാസമയം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ പ്രദോഷ സന്ധ്യ അഥവാ സായം സന്ധ്യയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു മുഹൂർത്തമായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, നമ്മുടെ ഒരു ദിവസത്തിലെ പ്രഭാത പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഗുണം അന്നേ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സന്ധ്യാപ്രാർത്ഥനയുമായിട്ട് ഈ പ്രഭാത പ്രാർത്ഥനയെ താരതമ്യം ചെയ്യുമ്പോൾ അതിനുള്ള ആ ഒരു മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആ ദിവസത്തിൻ്റെ അവസാനം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായി ഉണർത്താനും നമ്മെ സഹായിക്കുന്നു.
അതുകൊണ്ടാണ് വീടുകളിൽ സന്ധ്യ മയങ്ങുമ്പോൾ, അതായത് ഏകദേശം ഒരു 6:30 6:35 അടുക്കുമ്പോൾ വീടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ജനലും വാതിലുകളെല്ലാം ക്ലോസ് ചെയ്ത ശേഷം ഉമ്മറത്തെ വാതിൽ മാത്രം തുറന്നിട്ട് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ കാരണം. അപ്പോൾ ഈ പ്രാർത്ഥന വെറും ഒരു ആചാരമല്ല, മറിച്ച് ആന്തരിക ശുദ്ധീകരണത്തിനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തേത്, മനസ്സെങ്ങനെയായിരിക്കണം? ഈ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ മനോനില ശരിയായ രീതിയിൽ വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം 1 വർഷം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതായത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ പ്രവേശിക്കുന്ന ഭക്ത തൻ്റെ ചെരുപ്പ് അഴിച്ച് ക്ഷേത്രത്തിന് പുറത്ത് വയ്ക്കുന്നത് പോലെ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്നും മുക്തമാക്കണം. അതായത് ഈ പറഞ്ഞു വരുന്നത്, ഈ അനാവശ്യ ചിന്ത അത് ചെരുപ്പായിട്ട് സങ്കല്പിച്ചാൽ മതി. അപ്പം ചെരുപ്പ് അഴിച്ച് പുറത്ത് വെച്ചതിന് ശേഷം വേണം നാമം ജപിക്കൽ ആരംഭിക്കേണ്ടത്. ഇനി അടുത്തത്, ശാന്തത. ഈ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് 3 പ്രാവശ്യം തുടരെ, അതായത് കണ്ടിന്യൂസ് ആയി ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. അതായത് ശ്വാസം ഉൾക്കൊള്ളുക, പുറത്തേക്ക് വിടുക 1 പ്രാവശ്യം, വീണ്ടും ശ്വാസം ഉൾക്കൊള്ളുക, പുറത്തേക്ക് വിടുക 2 പ്രാവശ്യം, വീണ്ടും ശ്വാസം ഉൾക്കൊള്ളുക, പുറത്തേക്ക് വിടുക 3 പ്രാവശ്യം. ഇത് ദീർഘമായി ചെയ്യണം. അതായത് നല്ല നീട്ടി ചെയ്യണം എന്നാണ് ഈ ദീർഘമായി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് നിങ്ങളുടെ മനസ്സിനെ തീർച്ചയായിട്ടും ശാന്തമാക്കിയിരിക്കും. കാരണം ഇത് ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ചെയ്തു പോരുന്ന ഒരു രീതിയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും അറിവുള്ളവർ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതോടുകൂടി എന്തെങ്കിലും വേവലാതികളും പിരിമുറുക്കങ്ങളും മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഈ ദീർഘനിശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോയിക്കൊള്ളും. ഇനി അടുത്തത്, ഏകാഗ്രത. അതായത് പ്രാർത്ഥനയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഏത് മന്ത്രം ജപിച്ചാലും ശരി, ഇനി അതല്ല അഷ്ടോത്തരം ജപിക്കുകയോ ഇനിയിപ്പോൾ സഹസ്രനാമങ്ങൾ വായിക്കുകയോ ഏതുമായിക്കോട്ടെ, ഓരോ മന്ത്രത്തിനും അല്ലെങ്കിൽ ഓരോ നാമത്തിനും അതിൻ്റേതായ ശക്തിയും അർത്ഥവുമുണ്ടെന്നും അത് നിങ്ങളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നുവെന്നും ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഫലം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഭക്തിയും സ്നേഹവും. ഈശ്വരനോടുള്ള ഭക്തിയും സ്നേഹവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പണം. പറയാൻ കാരണം, നന്ദിയും സ്നേഹവും നിറഞ്ഞൊരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ യഥാർത്ഥ ഫലം അത് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ അയാൾ പ്രതീക്ഷിച്ചതിലും ഇരട്ടിയാകും എന്നതാണ് അതിൻ്റെ ആ ഒരു പരമാർത്ഥം. ഇനി അടുത്തത്, അർപ്പണബോധം. നിങ്ങളുടെ പ്രാർത്ഥന എന്തെങ്കിലും ഒരു വ്യാമോഹത്തിനല്ല, പകരം അത് ഈശ്വരന് സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കേണ്ടത്. അതെന്തുകൊണ്ടെന്നാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് നിങ്ങൾ ഈ സമയം പ്രാധാന്യം നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ, ഇത് സിമ്പിളായി പറഞ്ഞാൽ, എന്ത് കിട്ടിയാലും ഞാനത് സ്വീകരിക്കും എന്ന നിലയിൽ പ്രാർത്ഥിക്കാനിരിക്കുക. അങ്ങനെയായാൽ നിങ്ങളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഈശ്വരൻ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹമായി നടത്തി തരും. ഇനി അടുത്തത്, മനസ്സിലെ നെഗറ്റീവുകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നൊന്ന് നോക്കാം. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ സന്ധ്യാപ്രാർത്ഥനയുടെ ഫലത്തെ കുറയ്ക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ അവയെ ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യാനും നമ്മുടെ കയ്യിൽ വഴികളുണ്ട്. അതിലൊന്ന്, വ്യക്തി സ്വയം തന്നെ അറിയുക. അതായത് ഏത് തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളെ അലട്ടുന്നതെന്ന് നിങ്ങൾ സ്വയം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ കാണുന്നത് ദേഷ്യം, അസൂയ, ഭയം തുടങ്ങിയ വികാരങ്ങളിൽ ഏതെങ്കിലും ആണെങ്കിൽ അവയെ കൃത്യമായി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇതിവിടെ ഇത്ര പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എടുത്തു പറയാൻ കാരണം, ഇവ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കൃത്യമായി പരിഹാരം ചെയ്താൽ ഈ ആദ്യം പറഞ്ഞ നിഷേധാത്മക വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും തീർച്ചയായും ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇനി അടുത്തതായി, മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക. ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് മനസ്സ് അല്പം കലുഷിതമാണെങ്കിൽ പോലും മനസ്സിലേക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനൊരു ശീലം നിങ്ങൾ വളർത്തിയെടുത്താൽ അത് പിന്നെ നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട്
നിങ്ങൾ പോലും അറിയാതെ കാലാന്തരത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് ഈ പറഞ്ഞത് ഏത് രീതിയിൽ വേണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. മാത്രമല്ല, ഇതൊരു കോൺഫിഡൻസിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ എല്ലാം നല്ലതിനു വേണ്ടി സംഭവിക്കുമെന്ന ആ ചിന്ത മനസ്സിൽ ആവർത്തിച്ച് വളർത്തിയെടുക്കുക. അതോടുകൂടി നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പരിപൂർണമായി വഴങ്ങി തന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇത്രയും ചെയ്യാനായാൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി മുഴുവനും വീടിന് പുറത്തേക്ക് പോകും. അതോടുകൂടി ആ നെഗറ്റീവ് എനർജി പോയ സ്പേസിലേക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും പിന്നീട് വന്നു ചേർന്ന ആ വീട് വാഴാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.